ഗായ്സ്, അക്കീസ് ലൈഫ് സ്റ്റൈലിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാനും അശ്വതി ചേച്ചിയും നമ്മൾ പിന്നെ വേറെ കുറച്ച് പേരും കൂടെ ഉണ്ട്, അവരും പുറകിലിരിക്കുവാണ്. ട്രെയിൻ നമ്മൾ ഇപ്പോൾ എറണാകുളത്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കയറിയതേ ഉള്ളൂ, ട്രെയിൻ കയറിയതേ ഉള്ളൂ. എങ്ങോട്ട് പോകുന്നത് എന്ന് വെച്ചാൽ തമിഴ്നാട്ടിലൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ലക്ഷദ്വീപിലാണ് പോകുന്നത്. വെരി ഫസ്റ്റ് ടൈം നമ്മൾ പോവാണ്. ഒരു ഷോ ബേസ് ചെയ്തിട്ട് പോവാണ്. ഇപ്പോൾ കൊച്ചിയിൽ വെച്ചിട്ടാണ്. നമുക്ക് ഒരു 10:30-11 മണിക്ക് ആകുമ്പോഴത്തേക്ക് ചെക്ക് ഇൻ ചെയ്യണം. 2 മണിക്കാണ് ഷിപ്പ്. അപ്പോൾ ഇപ്പം ഓൾറെഡി ഒരു 6 മണിയായി. 6 മണിയുടെ ട്രെയിനിലാണ് പോകുന്നത്. എന്തായാലും അവിടെ പോയിട്ട് നല്ല ഉറക്കം ഒന്നും നല്ലതുപോലെ കിട്ടിയില്ല. സോ നമ്മൾ ട്രെയിനിൽ കിടന്ന് ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഉറങ്ങി എണീക്കുമ്പോഴത്തേക്കും അവിടെ എത്തുമായിരിക്കും. അപ്പോൾ അത്ര വിളി ഗൈസ്, നമ്മൾ ട്രെയിനിലാണ്. നമ്മൾ കുറേ ഉറങ്ങി കമന്നും കിടന്നു ഇരുന്നു. എൻ്റെ അമ്മ എന്തോന്ന് ഉറക്കമായിരുന്നല്ലേ. ഇപ്പോൾ എത്താറായി. നമ്മൾ ഉണർന്നിങ്ങനെ ഇരിക്കുകയാണ്. എവിടെ എത്തിയതെന്ന് അറിഞ്ഞൂടാ. വിശന്ന് പണ്ടാരം ഇടങ്ങണം. എറണാകുളം ഇത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ഇവിടെ നിന്ന് ഇനി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് നേരെ അങ്ങോട്ട് പോകും. എന്തിന് എല്ലാവരും അങ്ങോട്ട് പോകണം. അവിടെ കൊണ്ടുവയ്ക്കാൻ നമ്മുടെ ഡ്രസ്സെല്ലാം ഒരു സ്ഥലത്ത് കൊണ്ടുവയ്ക്കാൻ പോകുന്നു. ഇവിടെ നിന്ന് നമ്മൾ ഫുഡ് കഴിച്ച് ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ച്. ഞാൻ ഗീ റോസ്റ്റ് കഴിച്ച്, ചേച്ചി ഗീ റോസ്റ്റ് കഴിച്ച്. പപ്പടവട അത് കഴിച്ചിട്ട് താണ്ട് ഇപ്പം അവരെല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മൾ ഫസ്റ്റ് കഴിച്ചിട്ട് പുറത്തിറങ്ങി വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടെ നിന്ന് കുറച്ച് ഫ്രഷപ്പൊക്കെ ആയിട്ട് നേരെ ഷിപ്പിലോട്ട് പോകും അല്ലേ. അവിടെ എന്തോന്നാണ് പറയണ, ഷിപ്പ് കിടക്കുന്ന സ്ഥലത്തിന് പറയണ പേര് ആണോ? ബോട്ട് ഗാർഡ് എന്നാണ് അശ്വതി ചേച്ചി പറയണത്. എനിക്കറിയാവുന്നതാണ്. എനിക്കറിഞ്ഞു. എന്തോ നമ്മൾ അവിടെ പോകും ഗൈസ്. വെരി മച്ച് എക്സൈറ്റഡ്. ഫസ്റ്റ് ടൈമാണ് ഒരു ഷിപ്പിൽ ഷിപ്പ് ഗാർഡ് അവിടെ നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ടൈം കയറുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ കൂടെ വരുന്നവർക്ക് കഴിഞ്ഞ വർക്കിനൊക്കെ പോയായിരുന്നേ. പക്ഷെ നമ്മൾ 2 പേരേ ഉള്ളെന്ന് തോന്നുന്നു ഫസ്റ്റ് ടൈം. പിന്നെ വേറെ 1-2 പിള്ളേരും കൂടെ ഉണ്ട്. എന്നാലും നമ്മൾ എക്സൈറ്റഡ് ആണ്. ചേച്ചി എക്സൈറ്റഡ് ആണോ? ഒരിക്കലില്ല, എന്തായാലും പെട്ട് ഇനി മുങ്ങിയിട്ട് വരാം. ഓക്കെ, ചേച്ചി എക്സൈറ്റഡ് അല്ല, ഞാൻ എക്സൈറ്റഡ് ആണ്. ഞങ്ങൾ യൂബറിൽ കയറി. യൂബറിൽ ഇപ്പം അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ 4 പേര്. രേഷ്മ എൻ്റെ അടുത്ത് പറഞ്ഞ് വ്ലോഗ് ചെയ്യുന്നില്ലേ എന്ന് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ചെയ്യുന്നുണ്ട്. അയ്യോ, തുടങ്ങുന്നതിന് മുന്നേ എൻ്റെ അടുത്ത് പറയണേ എനിക്കൊന്ന് ഒരുങ്ങാനാണെന്നൊക്കെ. അപ്പം നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഫസ്റ്റ് ടൈം ആണെന്നുള്ളൊരു എക്സൈറ്റ്മെന്റ്. ഇനിയിപ്പോൾ അതിൻ്റെ അകത്ത് കയറുമ്പോഴത്തേക്ക് ആ എക്സൈറ്റ്മെന്റ് എല്ലാം മാറുമോ ഒന്നും അറിയത്തില്ല. ശരി ഗൈസ്, അവിടെ പോയിട്ട് കാണാം. ഒരു 2:30 മണിയോടുകൂടി എത്തിയിരിക്കും. ഇപ്പം 3:30 മണിയായി.
2 മണിക്കാണ് ഇവിടെ നിന്ന് തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇതുവരെ തിരിച്ചില്ല. നമുക്ക് എത്ര മണിക്കുന്നു? 5 മണിക്ക് അകത്ത് കയറുള്ളൂ, 8 മണിക്ക് ഷിപ്പ് എടുക്കുള്ളൂ. അയ്യോ, പോസ്റ്റ് ഉറക്കം വന്നാണെങ്കിൽ ഇങ്ങനെ പോകും, ഇങ്ങനെ അടയുന്നത്. വീഡിയോ കണ്ട് വയ്യ, ഫോണിൽ ചാർജ് ഇല്ല. ഇനി ഇവിടുന്ന് കയറിയിട്ട് ചാർജ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. റേഞ്ച് കിട്ടുമെന്ന് പറഞ്ഞു. റേഞ്ച് എന്തായാലും കിട്ടൂല, അത് ഉറപ്പാണ്. എന്തായാലും കുറച്ചൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. എല്ലാവരും ഓരോ സൈഡിൽ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇല്ല, വേറെ ടിക്കറ്റ് ഉണ്ടോ? അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മൾ ചെക്ക് ഇൻ എല്ലാം കഴിഞ്ഞിട്ട് അവിടുന്ന് ബാഗെല്ലാം ചെക്ക് ചെയ്യണമുണ്ടായിരുന്നു. പിന്നെ പ്രൂഫ് എല്ലാം ചെക്ക് ചെയ്തിട്ട് നേരെ വണ്ടിയിൽ കയറി. ഇവിടുന്ന് കുറച്ച് എങ്ങോട്ടോ പോകണം കേട്ടോ, ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് ദൂരമുണ്ട്, എത്രയോ കിലോമീറ്റർ ദൂരമുണ്ട്, ഉള്ളോട്ട് പോകണം. അവിടെയാണ് ഷിപ്പ് കിടക്കുന്നത്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ, എന്നാലും ആൾക്കാരെല്ലാം നോക്കണം, ക്രിഞ്ച് അടിക്കണേന്. അപ്പോൾ ശരി, ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഓരോ പോകുന്നത് കാണിച്ചു. നമ്മൾ കയറി ഗൈസ്, ഫൈനലി നമ്മൾ ഷിപ്പിൻ്റെ അകത്ത് കയറി. നമ്മൾ ഷിപ്പിൻ്റെ അകത്ത് കയറി. എങ്ങനെയുണ്ട് ചേച്ചി എക്സ്പീരിയൻസ്? അടിപൊളിയാണ്, നല്ല ചൂടെടുക്കുന്നത്. സൂപ്പർ. ബാത്റൂമിന്റെ ഫ്രണ്ടിലാണ് എന്റെ ബെഡ്. ഇതിങ്ങോട്ട് ഇടുക. എവിടെ പോണ്ടി? എടി ചാർജ് ചെയ്യുന്ന എവിടെയാ? നമുക്ക് തപ്പാം.
നമുക്ക് റൂമൊക്കെ കിട്ടി. റൂം കിട്ടിയിട്ട് ഇപ്പോൾ പുറത്തോട്ട് ഇറങ്ങി. അങ്ങോട്ട് റേഞ്ച് ഇല്ല. അപ്പോൾ ഷിപ്പ് എടുക്കും വരെ വീട്ടിലൊക്കെ ഒന്ന് വിളിച്ച് പറയണം. സോ പുറത്തോട്ട് ഇറങ്ങി. നല്ല വ്യൂ ആണ് കേട്ടോ. എന്തായാലും കൊള്ളാം. ഞാൻ കുറച്ച് എവിടെയൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നോക്കിയിട്ട് ഞാൻ വീട്ടിലും കൂടെ വിളിക്കട്ടെ. അപ്പം ഞാൻ പറ്റുന്ന അത്രോളം വീഡിയോസ് ഞാൻ എടുക്കാം കേട്ടോ. അടിപൊളി ഗൈസ്, നല്ല രസമുണ്ട്. നമുക്കിപ്പോൾ ഫുഡ് റെഡിയായി. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഫുഡ് റെഡിയായി എന്ന് പറഞ്ഞ് അനൗൺസ്മെൻറ്റ് വന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്, നമ്മൾ ഗേൾസ് എല്ലാവരും കൂടെ. ലൈഫ് ജാക്കറ്റുകൾ ധരിക്കുന്ന വിധം കപ്പലിൽ പല സ്ഥലങ്ങളിലും പ്രദർശിപ്പിച്ചിട്ടുമുണ്ട്. ആപൽഘട്ടങ്ങളിൽ കപ്പൽ ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതാണ്. യാത്രയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം നേരിടുകയാണെങ്കിൽ കപ്പലിലെ ഇൻഫർമേഷനുമായോ വെൽഫെയർ ഓഫീസറെയോ സമീപിക്കുക. ഇത് നമ്മുടെ കപ്പലാണ്. നമ്മൾ ഇനിയും യാത്ര ചെയ്യേണ്ടവരാണ്. ആയതിനാൽ കപ്പൽ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുവാൻ ഓരോ യാത്രക്കാരും ശ്രമിക്കേണ്ടതാണ്. എല്ലാവർക്കും യാത്രാശംസകൾ നേരുന്നു. താങ്ക് യു വെരി മച്ച്. കഴിച്ചിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാട്ടോ നമ്മൾ ഷിപ്പ് എടുത്തത്. ഇപ്പോൾ ഷിപ്പ് മൂവ് ആയിക്കൊണ്ടിരിക്കുവാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. പക്ഷെ ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് നമുക്ക് കുറേ വ്യൂസോ കാര്യങ്ങളോ ഒന്നും കിട്ടത്തില്ല. എന്തായാലും ഇനിയിപ്പോൾ വേറെ പണിയൊന്നുമില്ല. ഞാൻ ബെഡിലോട്ട് പോവും, കിടന്നങ്ങ് ഉറങ്ങും. പിന്നെ ഇപ്പോൾ ഇവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഓപ്പൺ ആണോ എന്ന് നോക്കണം. അപ്പോൾ ക്യാൻറ്റീൻ ഉണ്ടെങ്കിൽ അവിടെ പോയി ചായയോ എന്തെങ്കിലും സ്നാക്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങി വെച്ചിട്ട് നേരെ നമ്മൾ പോയി കിടക്കും. അപ്പോൾ ഇപ്പോൾ ക്യാൻറ്റീനിലോട്ട് പോവുകയാണ്. ഞാൻ പോകുമ്പോഴത്തേക്കും അവിടെ ഓപ്പൺ ആണെങ്കിൽ കാണിച്ചു തരാം. ഇല്ലാന്നുണ്ടെങ്കിൽ നേരെ പോയി ഒന്ന് ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ട് കിടന്നങ്ങ് ഉറങ്ങും. ഗൈസ്, നമുക്ക് ചായ കിട്ടി, കേക്ക്, മിറണ്ട. ഇവിടെ ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു, ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിച്ചു. ചക്കവറ്റൽ. രാത്രി 10 മണി തൊട്ട് 10:30 വരെ ഇവിടുത്തെ ക്യാൻറ്റീൻ ഓപ്പൺ ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ രാവിലെ 6 മണിക്ക് കാണാം. നമ്മളിവിടെ ഹായ് പറ ഗൈസ്. നമ്മളിവിടെ വെച്ച് പരിചയപ്പെട്ടതാണ്. നമ്മൾ ഇവിടെ വെച്ച് പരിചയപ്പെട്ടതാണ്. ലക്ഷദ്വീപില് നമ്മൾ പോണ ഐലൻഡിൽ താമസിക്കുന്നവരാണ്.
ഞാനിവിടെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം ഞാൻ പിന്നീട് പറഞ്ഞു. നല്ല ആൾക്കാരാണ്. ഇപ്പൊ കൊച്ചിയിലോട്ട് ട്രീറ്റ്മെന്റിന് MRI സ്കാനിന് വേണ്ടിയിട്ട് പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് നമ്മൾ കണ്ടത്. ഫാമിലി ആയിട്ട് പോയിട്ട് വരുമായിരുന്നു, അപ്പോഴാണ് കണ്ടത്. ക്യാൻറ്റീനിലൊക്കെ പോയിട്ട് വന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ഇതാ ഇപ്പോൾ വന്നതേ ഉള്ളൂ. വന്നൊന്ന് ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് കിടന്നു. ഇവിടെ മറിച്ചിട്ട് ഇവിടെ കിടക്കാൻ പറ്റും. പിന്നെ ഒന്നുമില്ല. ഇനി നമുക്ക് രാവിലെ കാണാം. കിടന്നുറങ്ങാൻ പോവാണ്. നല്ല ക്ഷീണം. ബൈ, ഗുഡ് നൈറ്റ്. ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഉറക്കമൊക്കെ എണീറ്റ് ബ്രഷ് ചെയ്ത് ഫ്രഷായി ഒന്ന് ഫുഡ് കഴിക്കാനായിട്ട് രാവിലെ 8:30 മണിയായിപ്പോൾ. അപ്പോൾ ഇവിടെ ഒരു 8 മണി മുതൽ 9 മണി വരെ ഫുഡുള്ളൂ. അതിനുള്ളിൽ കഴിച്ചില്ലെങ്കിൽ ഫുഡ് ഇവിടെ കഴിയും. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്ന് നിൽക്കുവാണ്. എന്നിട്ട് പുറത്തോട്ടൊക്കെ പോവും. പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഇപ്പം നല്ല ഉള്ളിലോട്ടായി കേട്ടോ. ഇതാണ് ഇവിടുത്തെ ക്യാൻറ്റീൻ. നമ്മൾ ഇന്നലെ രാത്രി ചായ കുടിക്കാൻ വന്നില്ലേ, അതേ സ്ഥലമാണിത്. ഇവിടെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് കഴിച്ചായിരുന്നോ? കഴിച്ചോ? സംഭവം കഴിഞ്ഞു. എനിക്കിപ്പോൾ വിസിലടിക്കുമ്പോ അത് വരുന്നു കേട്ടോ. നമ്മള് ഡോൾഫിനെ കണ്ട് ഗൈസ്. ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു ഡോൾഫിനെ കണ്ട എക്സ്പീരിയൻസ്?
അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ 2, 3, 4 ഒക്കെ ഗ്രൂപ്പായിട്ട് ഡോൾഫിൻ പോകുന്നുണ്ടായിരുന്നു. ആഗ്രഹിച്ചിട്ടാണ് ഇതില് ഷിപ്പിൽ കയറിയത്. ഡോൾഫിനെ കാണാൻ പറ്റണേ, തിമിംഗലത്തിനെ കാണണമെന്നുണ്ട്, ഡോൾഫിനെങ്കിലും കാണാൻ പറ്റി. അവരിങ്ങനെ ഗ്രൂപ്പായിട്ട് ഇങ്ങോട്ടോ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇനിയും അവര് പറഞ്ഞ് ഇത് ഷിപ്പിന്റെ ഫ്രണ്ടിൽ എന്തായാലും കാണും, അപ്പൊ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോകും തോറും ഒരുപാട് ഗ്രൂപ്പായിട്ട് തന്നെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. ഈ സമയം ആയതുകൊണ്ട് നമുക്ക് നല്ലപോലെ കാണാൻ പറ്റി. പിന്നെ വെയിലും ഇല്ല കേട്ടാ, വെയിലും കുറവാ, ഒട്ടും വെയിലില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് നിൽക്കാനൊക്കെ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മഴയുടെ ക്ലൈമറ്റ് ആണെന്ന് തോന്നണം അല്ലേ, ഒട്ടും വെയിലില്ല. പിന്നെ എന്താ 2, 3 ഇങ്ങനെ ജമ്പ് ചെയ്യും. എനിക്ക് ചെറുതായിട്ടൊക്കെ നമ്മൾ ഈ വെള്ളം ഇങ്ങനെ ബ്ലൂയിഷ് ആയിട്ട് കിടക്കുന്നത് കൊണ്ട് നമ്മൾ വീഡിയോയിൽ അത് കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല. ഇത് ഇങ്ങനെ പൊങ്ങിച്ചാടുമ്പോൾ മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ. പക്ഷെ അത് എത്രത്തോളം അടുത്തോട്ട് എത്ര സൂം ചെയ്താലും അത് അത്ര ഭംഗിയായിട്ടൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ നേരിട്ട് കാണുമ്പോഴത്തേക്കും അടിപൊളിയാണ് കേട്ടോ. അയ്യോ ഭയങ്കര ഇഷ്ടമായി. നമ്മളൊക്കെ അന്തം വിട്ട് വായും തുറന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അയ്യോ ഡോൾഫിനാണ്, അടിപൊളിയായിരുന്നു. എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അല്ലേ ചേച്ചി, ഇതൊക്കെ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യണം. പിന്നെ ഇവിടെ കണ്ടോണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ കടല്, ചുറ്റും കടല്, ഒന്നുമില്ല വേറെ കാണാനോ എടുക്കാനോ ഒന്നുമില്ല. പിന്നെ ഈ മീനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നതൊക്കെ കാണാം, അല്ലാതെ ഇതിൻ്റെ അകത്ത് കാണാനായിട്ട് ഒന്നുമില്ല. പിന്നെ തേരാപാര അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാം, ഷിപ്പിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാം, അത്രേ ഉള്ളൂ. പക്ഷെ നല്ല രസമുണ്ട്. നമ്മളിങ്ങനെ എക്സൈറ്റഡ് ആയതുകൊണ്ട് ഓരോന്നിനെ ഇനി കാണുമോ എന്നൊക്കെ ആയതുകൊണ്ട് നമ്മളിങ്ങനെ പുറത്തിറങ്ങി നോക്കിക്കൊണ്ടേ ഇരിക്കുന്നു. പിന്നെ കാറ്റും ഇല്ല വെയിലും ഇല്ല കേട്ടോ, ഒരു ശാന്തമായ ഒരു ക്ലൈമറ്റിലാണ് ഇപ്പം നിൽക്കുന്നത്. എന്തായാലും കൊള്ളാം. എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ കാണുവാണെങ്കിൽ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. ഒരെണ്ണം കത്തിച്ചാൽ മതി, കട്ട് ഓഫ് ചെയ്ത്. ഉച്ചയ്ക്ക് 12:30, 1 മണിയായി. ഒന്ന് മുകളിലൊക്കെ പോയിട്ട് വന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് കിടന്ന് ഉറങ്ങിയിട്ട് അതാ ഫുഡ് കഴിക്കാനായിട്ട് വന്നു. ബിരിയാണിയാണ് ഇവിടെ ഉച്ചയ്ക്ക് കഴിക്കുന്നത്. നല്ല ടയേർഡായി, ഉറക്കം ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് വന്ന് വിളിച്ചത്. പിന്നെ വെജ്, നമുക്കിവിടെ നോൺ വെജാണ്, ഇവിടെ വെജില്ല. നമ്മൾ മുകളിൽ മെസ്സുണ്ട്, അവിടെയാണ് നോൺ വെജൊക്കെ ഉണ്ട്. നോൺ വെജും വെജും ഉണ്ട് അവിടെ. അപ്പോൾ വെജ് വേണ്ടവർക്ക് മുകളിലാണ്. നമ്മൾ ഇന്നലെ കഴിച്ചില്ലേ അവിടെ. ഇത് ഇവിടുത്തെ ഇത് 2nd ക്ലാസ് ക്യാൻറ്റീനാണ്. 1st ക്ലാസ് ക്യാൻറ്റീനിലാണ് വെജുള്ളത്. അപ്പോൾ ഇപ്പം കറക്റ്റ് 12:30 കഴിഞ്ഞ് 1 മണി ആവാറായി. ഫുഡ് വരും, ബിരിയാണി, ചിക്കൻ ബിരിയാണി ആയി. എന്തായാലും കഴിക്കട്ടെ ഗൈസ്. എന്താ ഫുഡ് വന്നിട്ട് കാണിച്ചു തരാം. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ കാഴ്ച കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മുടെ തൊട്ട് മുന്നിലാണ് കടല്. തൊട്ടടുത്തിരുന്ന് കണ്ടോണ്ട് ഇവിടെ സ്റ്റെയർകേഴ്സ് ഉണ്ട് കണ്ടോ. ഈ സ്റ്റെയർകേഴ്സിന്റെ അവിടെയാണ് നമ്മൾ ഇരിക്കുന്നത്. ഇവിടെ നിന്ന് ഫ്രണ്ടിലാണ് കടല്, മൂവ് ചെയ്തോണ്ടിരിക്കുകയാണ്. അടിപൊളി വ്യൂ, ഇപ്പൊ കാണിച്ചു തരാം.
ലക്ഷദ്വീപിലെത്തി, ഫൈനലി എത്തിയിരിക്കുകയാണ്. ഇറങ്ങാൻ പോവാണ്. നോക്കൂ. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ലക്ഷദ്വീപിൽ വരുന്ന വരെയുള്ള വീഡിയോ ആയിരിക്കും. കാര്യം ഇനിയും തുടർന്ന് കാണിച്ചാൽ വീഡിയോയ്ക്ക് ലെങ്ത് കൂടുതലായിരിക്കും. അതുകൊണ്ട് ഞാനിനി അടുത്ത വീഡിയോയിൽ അടുത്ത പാർട്ടായിട്ട് കാണിക്കാം. ഇത് പാർട്ട് 1, പാർട്ട് 2 ആയിട്ട് കാണിക്കാം. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.